തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഇളമ്പച്ചി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. 12.3 ലക്ഷം രൂപ ചെലവിലാണ് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഇരുമ്പുവേലി നിർമ്മിച്ച് മൈതാനത്തിന് സംരക്ഷണമൊരുക്കിയതാണ് പ്രധാന നവീകരണം. ഒപ്പം പ്രവേശന കവാടവും ഗേറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഇളമ്പച്ചി മിനി സ്റ്റേഡിയത്തിൽ ഡ്രൈവിംഗ് പരിശീലനത്തിനായി വാഹനങ്ങൾ കയറുന്നത് പതിവാണ്. പലപ്പോഴും കളിക്കാരും ഡ്രൈവിംഗ് പരിശീലകരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടാകാറുണ്ട്. കളിക്കുമ്പോൾ പന്ത് റോഡിലേക്ക് എത്തുന്നു എന്ന പരാതിക്കുമാണ് ഇതോടെ പരിഹാരമായത്. ഫുട്ബോളിൻ്റെയൊക്കെ ഈറ്റിലമായ തൃക്കരിപ്പൂരിൽ കളിക്കാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇതിന് ഫെൻസിങ് അടക്കമുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, ഇവിടെ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പലപ്പോഴും ഇവിടെ കളിക്കാരെത്തുമ്പോഴേക്കും വാഹനങ്ങൾ കയറി ഗ്രൗണ്ട് നശിപ്പിക്കുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫെൻസിങ് ഇല്ലാത്തതിൻ്റെ പേരിൽ കളിക്കുമ്പോൾ പുറത്തേക്ക് ബോളടിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സംരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തും അതുപോലെ തന്നെ തെക്ക് ഭാഗത്തും ഫെൻസിങ് ആക്കിയിട്ടുള്ളത്. ഇനി കിഴക്ക് ഭാഗത്തു കൂടി ഇതിൻ്റെ ഫെൻസിങ് ആക്കാനുള്ള ഉദ്ദേശമുണ്ട്. അത് അടുത്ത ഘട്ടത്തിൽ ഉദ്ദേശിക്കുകയാണ്. മിനി സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടി 15 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് കണക്കാക്കിയതെങ്കിലും 17% കുറവ് തുകക്കാണ് കരാറുകാരൻ പ്രവൃത്തി പൂർത്തീകരിച്ചത്. GST അടക്കം 12.5 ലക്ഷം രൂപ ഇതിനായി ചിലവഴിച്ചു. മൈതാനത്തിന്റെ പടിഞ്ഞാറ് തെക്ക് ഭാഗങ്ങളിലാണ് ഫെൻസിംഗ് നിർമ്മിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ തന്നെ പുതുക്കിയ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS നജീബ്, അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, E ശശിധരൻ, എഞ്ചിനീയർ C രജീഷ്, ഓവർസിയർ PP രജിത എന്നിവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയം, IT സ്റ്റേഡിയം, ഇളമ്പച്ചി മിനി സ്റ്റേഡിയം എന്നീ 3 സ്റ്റേഡിയങ്ങളാണ് നിലവിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.